പാലക്കാട് കണ്ണാടി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ അർജുന്റെ ആത്മഹത്യയിൽ അധ്യാപികക്കെതിരെ കുടുംബം കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടു. അർജുന അധ്യാപിക മർദ്ദിച്ച് മുറിവേൽപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും സഹപാഠിയുടെ ഓഡിയോ സന്ദേശവുമാണ് പുറത്തുവിട്ടത്. അർജുന 1 വർഷം മുൻപും ക്ലാസ് ടീച്ചർ മർദ്ദിച്ചിരുന്നുവെന്ന് പിതാവ് ജയകൃഷ്ണൻ മീഡിയ വണ്ണിനോട്. അർജുനും സഹപാഠികളും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് അധ്യാപിക അർജുനെ ചൂരലുപയോഗിച്ച് അടിച്ചിരുന്നു. ശരീരത്തിൽ മുറിവ് പറ്റിയതിനെ തുടർന്ന് അർജുന്റെ അച്ഛൻ ക്ലാസ് ടീച്ചറായ ആശയെ ഫോണിൽ വിളിച്ചു. തെറ്റുപറ്റിപ്പോയെന്നും ഇനി കുട്ടിയെ ഉപദ്രവിക്കില്ലെന്നും പറഞ്ഞു. നവംബറിൽ നടന്ന ഈ സംഭാഷണത്തിന് പിന്നാലെ ഇതേ അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി അർജുന്റെ അച്ഛൻ പറയുന്നു. ആടുമാടുകളെ തല്ലുന്ന പോലെ തല്ലിരിക്കുക, ചെറിയൊരു ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിച്ചാലും അവന് പനിഷ്മെന്റ് കൊടുക്കുക എന്ന് ക്ലാസ് കുട്ടികളാണ് നമ്മളടുത്ത് പറഞ്ഞത്. അല്ലാണ്ട് ഇവൻ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അർജുൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. കാരണം നമ്മളെന്തെങ്കിലും ചീത്ത പറയുമോ? ഒരു പ്രാവശ്യം പറഞ്ഞതിൻ്റെ ബെനിഫിറ്റാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും മർദ്ദനത്തിന് ഇരയാകുന്നത് എൻ്റെ മകനാണ്. അർജുന്റെ സഹപാഠികളെ അധ്യാപകർ സ്വാധീനിക്കുന്നുണ്ടെന്നും അതിനാൽ കുട്ടികളുടെ മൊഴി എത്രയും വേഗം രേഖപ്പെടുത്തണമെന്നും അർജുന്റെ കുടുംബം ആവശ്യപ്പെടുന്നു. സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് നേരത്തെ അധ്യാപകർക്ക് അനുകൂലമായി സംസാരിച്ചതെന്ന് ഒരു വിദ്യാർത്ഥി കുടുംബത്തെ അറിയിച്ചു. അവനോട് കാണിച്ച ക്രൂരതയ്ക്ക് എതിരെ തന്നെയാണ് ഞാൻ. പക്ഷെ ഞാൻ ആ ഒരു സമയം നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പേര് കരയും, എന്നെ കുറച്ച് നമ്മുടെ കൂട്ടുകാരൻ തന്നെ മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്തിട്ട് എന്നെ നിർബന്ധിതനാക്കിയിട്ടാണ് കൊണ്ടുപോയി പറയിപ്പിച്ചത്. പിന്നെ ആ ടീച്ചേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ധൈര്യത്തോടെ പറ, അങ്ങനെ കുറെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ മാസം 14-ാം തീയതിയാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരനായ അർജുൻ മരിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം എയ്ഡഡ് സ്കൂൾ മാനേജർ, ക്ലാസ് ടീച്ചർ ആശ, പ്രധാനാധ്യാപിക ലിസി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. മീഡിയ 1 പാലക്കാട്.